ആദ്യം തന്നെ ഇങ്ങനെ ഒരു വനിതാ സമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിലുള്ള സന്തോഷവും അഭിനന്ദനവും ഞാൻ ഇതിൻ്റെ ഭാരവാഹികളെ അറിയിക്കുകയാണ്. ഇതാണ് ക്ഷേത്രങ്ങൾ ചെയ്യേണ്ടത്. ഒരു കാലത്ത് ക്ഷേത്രങ്ങൾ ജനജീവിതത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു. അമ്പലഗ്രാമങ്ങളാണെന്ന് നിലവിലുണ്ടായിരുന്നത്. ഗ്രാമത്തിൻ്റെ ഭൗതികവും ആത്മീയവുമായ ബാഹ്യവും ആന്തരികവുമായ എല്ലാ ഉയർച്ചയുടെയും കേന്ദ്രം ക്ഷേത്രങ്ങളായിരുന്നു. ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും ശുചിത്വശീലവും വാണിജ്യവും വ്യവസായവും തൊഴിലും സംസ്കാരവും സാഹിത്യവും കലകളുമൊക്കെ വളർന്ന് പോഷിപ്പിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് വീണ്ടും വനിതാ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരിക സമ്മേളനങ്ങൾ നടത്തുന്നതിലൂടെ ഒരു ഗ്രാമജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തേക്ക് എത്തിച്ചേരാനുള്ള ഈ ക്ഷേത്രം ഭാരവാഹികളുടെ ശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു ചെറിയ സങ്കടം സ്വാഭാവികമായും മറ്റൊരു സമയത്താണെങ്കിൽ ഈ വലിയ പന്തൽ നിറഞ്ഞ് കവിയുന്നത്ര ആളുകൾ ഉണ്ടാകുമായിരുന്നേനെ. ഇതൊരു അസമയമായി പോയതുകൊണ്ട് ഒരുപക്ഷെ ഉച്ചവരെയുള്ള ചടങ്ങുകൾക്ക് ശേഷം അന്നദാനത്തിൽ പങ്കെടുത്ത് വീടുകളിലേക്ക് മടങ്ങിയവർ ഏകദേശം ദീപാരാധനയോടനുബന്ധിച്ചായിരിക്കണം ഇനി മടങ്ങിയെത്തുന്നത്. അപ്പോൾ ഈ സമയത്ത് കുറച്ചാളുകൾ കുറഞ്ഞുപോയി എന്നതിലുള്ള ചെറിയൊരു സങ്കടം കൂടി പങ്കുവയ്ക്കുന്നു. അടുത്ത വർഷം വനിതാ സമ്മേളനത്തിൻ്റെ സമയം ഈ TV ചാനലുകാർ പറയുന്നത് പോലെ പ്രൈം ടൈം ആക്കണം എന്നുകൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനാണ് വനിതാ സമ്മേളനം? എനിക്ക് മുൻപ് സംസാരിച്ച അധ്യക്ഷ വനിതാ ശാക്തീകരണം എന്ന ആശയത്തെക്കുറിച്ചും അതിൻ്റെ കാലാനുസൃതമായ വളർച്ചയെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി സംസാരിച്ചു. അതൊന്നും ഞാൻ സ്പർശിക്കാൻ പോകുന്ന വിഷയങ്ങളല്ല. എൻ്റെ മുൻപിലുള്ളത് എങ്ങനെയാണ് വനിതകളിലൂടെ നമ്മുടെ ജീവിത വിശുദ്ധി നേടിയെടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളുടെ കെട്ടുറപ്പ് വീണ്ടെടുക്കേണ്ടത് എന്നതാണ്. നമുക്കറിയാം, പത്രം, TV, മറ്റേത് മാധ്യമം തുറന്നാലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ പരമ്പരയുണ്ട്. അടുത്ത കാലത്തായി സ്ത്രീകൾ കുറ്റവാളികളാകുന്ന സംഭവങ്ങളും കുറവല്ല. ഇതൊക്കെ ഒരു വലിയ പരിധിയോളം നമ്മെ ആലോസരപ്പെടുത്തുന്നുണ്ട്. കാരണം സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ തന്നെയുള്ളവരാണല്ലോ. ബസ്സിൽ വെച്ച് 9ാം ക്ലാസ്സുകാരനെ കത്തിയെടുത്ത് കുത്തുന്നത് ഒരു 16കാരനാണ് അല്ലെങ്കിൽ 11ാം ക്ലാസ്സുകാരനാണ് എന്നതിൽ നമ്മെ ഞെട്ടിപ്പിക്കുന്നത് അവൻ കേരളീയ സമൂഹത്തിലെ ഒരംഗമാണ് എന്ന വസ്തുതയാണ്. ലഹരിയുടെ ഉപയോഗം മുൻപെന്നത്തെക്കാളും എല്ലായിടത്തും വ്യാപകമായിരിക്കുന്നു. ഇവിടെ ഷാപ്പുകളില്ലാത്ത ഗ്രാമമാണ് ആലപ്പാട് എന്ന് സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ചിരുന്നു. ഷാപ്പുകളെക്കാൾ അപകടകരമായ മറ്റു പലതും ഇവിടെ ഉണ്ടോ എന്നെനിക്കറിയില്ല. സ്വാഭാവികമായും ഉണ്ടായിരിക്കാനാണ് സാധ്യത. അങ്ങനെയുള്ള വിപത്തുകളുടെ നടുവിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കുടുംബങ്ങളുടെ വിശുദ്ധിയും കെട്ടുറപ്പും കൈമോശം വരാതെ സൂക്ഷിക്കാവുന്നത്? പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ കരുത്തും ഏറ്റവും വലിയ ദൗർബല്യവും ഒന്ന് തന്നെയാണ്. അത് മാനവ വിഭവശേഷിയാണ്. മനുഷ്യർ, ഒരു രാജ്യത്തെ ജനങ്ങൾ, അതാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. അതുതന്നെയാണ് പലപ്പോഴും വലിയ ദൗർബല്യമായി മാറുന്നത്. മനുഷ്യ വിഭവശേഷി കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണ് ഭാരതം. ഈ മനുഷ്യ വിഭവശേഷി ഉപയോഗിച്ചുകൊണ്ട് വേണം നമുക്ക് സന്തോഷകരമായ നിരവധി കോടാനുകോടി ജീവിതങ്ങൾ സൃഷ്ടിക്കേണ്ടത്. പുതിയ കാലഘട്ടത്തിൽ കേരളത്തിലെ അതിപ്രസിദ്ധനായ ഒരു മനഃശാസ്ത്രജ്ഞൻ
കഴിഞ്ഞൊരു ദിവസം എന്നോട് സംസാരിക്കുകയുണ്ടായി. കേരളത്തിലെ 60% ആളുകൾ പല കാരണങ്ങൾക്കായി മനഃശാസ്ത്രജ്ഞൻ്റെ സഹായം തേടുന്നവരാണ്. മനഃശാസ്ത്രജ്ഞനെ സമീപിച്ച് ഉപദേശ നിർദ്ദേശങ്ങളും മരുന്നും നേടുന്നവരാണ്. അപ്പോൾ ഞാനത് കേട്ട് ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, പോട്ടെ 60% വരെയല്ലേ ആയുള്ളൂ, ബാക്കി 40% ഉണ്ടല്ലോ കുഴപ്പമില്ലാത്തവർ. അപ്പം അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയല്ല മാഡം, ബാക്കി 40% ഈ 60%-ത്തേക്കാൾ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. പക്ഷേ അവർ മനഃശാസ്ത്രജ്ഞനെ കാണുന്നത് എന്തോ വലിയ മോശമാണ് എന്ന് കരുതുന്നത് കൊണ്ട്, അല്ലെങ്കിൽ തങ്ങൾ മനോരോഗികളാണെന്ന് മുദ്ര കുത്തപ്പെടുമെന്ന ആശങ്ക കൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നവരാണ്. ചുരുക്കി പറഞ്ഞാൽ അലങ്കോലപ്പെട്ട മാനസികാവസ്ഥ, അമിതമായ ദേഷ്യം, വികാരങ്ങളുടെ മേൽ നിയന്ത്രണമില്ലായ്ക, സർവോപരി അസഹിഷ്ണുത, ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി, ഞാനൊഴികെയുള്ളതെല്ലാം തെറ്റ് എന്ന നിർബന്ധ ബുദ്ധി, അതിരുകടന്ന മത്സരബുദ്ധി, അപക്വമായ ചിന്താരീതി, അവിവേകത്തിലടിയുറച്ച അസൂയ, അന്യരോടുള്ള കരുതലില്ലായ്മ, ഇങ്ങനെ എണ്ണമറ്റ മാനസിക പ്രശ്നങ്ങളുടെ ഇരകളാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യർ. നമ്മുടെ നാട്ടിലെ മനുഷ്യരെന്ന് പറയുമ്പോൾ ഇക്കൂട്ടത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്, കുട്ടികളുണ്ട്, മുതിർന്ന പൗരന്മാരുണ്ട്. എങ്ങനെയാണ് നമുക്ക് മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്നത്? പുഞ്ചിരിച്ചുകൊണ്ട് വിസമ്മതിക്കാൻ കഴിയുന്നത്? ഇഷ്ടമല്ലാത്തൊരാളോട് പോലും സഹിഷ്ണുത പുലർത്താൻ കഴിയുന്നത്? ഓരോരുത്തർക്കും അവനവൻ്റെ വഴികളാണുള്ളതെന്നും മറ്റൊരാളുമായി നിരന്തരം തന്നെ താരതമ്യം ചെയ്യേണ്ടതില്ലെന്നും എങ്ങനെയാണ് നമ്മുടെ ആളുകളെ ബോധ്യപ്പെടുത്തുന്നത്? എങ്ങനെയാണ് കൊച്ചു കുഞ്ഞുങ്ങളുടെ മുതൽ മനസ്സിൽ മത്സരബുദ്ധി കുത്തിവെക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നത്? കൊല്ലം ജില്ലയിലെ ഏതാണ്ട് 10,000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അടുത്ത ഇടയ്ക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു കുട്ടികളോട് സംവദിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ട് വന്നിരുന്നു. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ എന്നോട് സംസാരിക്കുന്നതിനിടയിൽ അവരുടെ പരീക്ഷ പേടിയെക്കുറിച്ചും മറ്റും പറയുന്നതിനിടയിൽ ഒരു പെൺകുട്ടി എണീറ്റ് നിന്ന് പറഞ്ഞു, മാഡം, എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ അമ്മയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പരീക്ഷയുടെ മാർക്ക് അറിഞ്ഞാൽ അമ്മയ്ക്ക് എൻ്റെ മാർക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ ആകാംക്ഷ, ആ കുട്ടിക്ക് എത്രയുണ്ട്, മറ്റേ കുട്ടിക്ക് എത്രയുണ്ട്, ആ ബെഞ്ചിലിരിക്കുന്ന കുട്ടിക്ക് എത്രയുണ്ട്, ഇവിടെ അടുത്ത് താമസിക്കുന്ന കുട്ടിക്ക് എത്രയുണ്ട്, മറ്റു കുട്ടികളുടെ മുഴുവൻ മാർക്ക് ചോദിച്ചറിയുക. അവിടം കൊണ്ട് തീരുന്നില്ല. അയ്യോ, അവളുടെ അമ്മയ്ക്ക് എന്താ ഭാഗ്യം, നിന്നെക്കാ മാർക്കുണ്ടല്ലോ അവൾക്ക്, ഇതാ മറ്റേ കുട്ടിയുടെ പേരൻസാണ് ഭാഗ്യമുള്ളവർ, ആ കുട്ടിക്ക് 1ാം റാങ്ക് കിട്ടിയില്ലേ. ഇങ്ങനെ ഭീകരമായ താരതമ്യം, ഇതെനിക്ക് വലിയ പ്രഷറാണ്, മാഡം എൻ്റെ അമ്മയോടൊന്ന് സംസാരിക്കണം എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അപ്പോൾ അമ്മമാരാണ് എല്ലാറ്റിൻ്റെയും തുടക്കം എന്ന് പറയാൻ നിർബന്ധിതയാകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. എല്ലാം ആരംഭിക്കുന്നത് അമ്മയിൽ നിന്നാണ്. പുരാതന ഭാരതം വിശ്വസിച്ചിരുന്നത് ഗർഭസ്ഥ ശിശു അമ്മയിൽ നിന്ന് ഭക്ഷണവും പ്രാണവായുവും ജലാംശവും മാത്രമല്ല, അമ്മയുടെ വികാര വിചാരങ്ങൾ കൂടി സ്വീകരിക്കുന്നു പൊക്കിൾക്കൊടിയിലൂടെ എന്നാണ്. ഞാനൊരു വിസിറ്റിംഗ് പ്രൊഫസറായിരിക്കുന്ന അമേരിക്കയിലെ പെൻസിൽവാനിയ സർവകലാശാലയിൽ അവർ 20 ഗർഭിണികളുടെ മേൽ ഇത്തരമൊരു പരീക്ഷണം നടത്തി. 10 സ്ത്രീകളെ ഒരു ഗ്രൂപ്പായിട്ടും മറ്റു 10 സ്ത്രീകളെ മറ്റൊരു ഗ്രൂപ്പായിട്ടും ഗർഭകാലത്ത് അവർ സർവകലാശാലയിൽ പരീക്ഷണത്തിനായി എത്തിച്ചു. ആദ്യത്തെ 10 സ്ത്രീകൾക്ക് നിരന്തരമായി അവർ സാമവേദം, ശ്രീരുദ്രം ചമകം, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം, ഭഗവത്ഗീത, ബൃഹദാരണ്യകോപനിഷത്ത്
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചുകൊണ്ടേയിരുന്നു എല്ലാ ദിവസവും. രണ്ടാമത്തെ 10 ഗ്രൂപ്പിലുള്ള സ്ത്രീകൾ സാധാരണഗതിക്കുള്ള അവരുടെ ജീവിതവും തുടർന്നു. പ്രസവാനന്തരം കണ്ടെത്തിയത്, ഞാനല്ല, യൂണിവേഴ്സിറ്റി കണ്ടെത്തിയത്, ആദ്യത്തെ 10 സ്ത്രീകളിൽ ജനിച്ച കുട്ടികൾ പൊതുവെ ശാന്തശീലരാണ്. അഥവാ വാശി പിടിച്ച് കരഞ്ഞാൽ, ബഹളം വെച്ച് കരഞ്ഞാൽ, അവർ ഗർഭാവസ്ഥയിൽ കേട്ടുകൊണ്ടിരുന്ന ഈ സ്തോത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കേൾപ്പിച്ചു കൊടുത്താൽ മതി, അവർ ശാന്തരാകുന്നു, അവർ വളരെ സമാധാന ചിത്തരാകുന്നു. രണ്ടാമത്തെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകളിൽ പിറന്ന കുഞ്ഞുങ്ങൾ സാധാരണ കുഞ്ഞുങ്ങളെ പോലെ ചിലപ്പോൾ ബഹളം പിടിക്കുന്നു, ചിലപ്പോൾ ശാന്തരാകുന്നു, ചിലപ്പോൾ വഴക്കിടുന്നു, അങ്ങനെ. അപ്പോൾ ഈ പരീക്ഷണത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ഹൃദയം വിശുദ്ധീകരിക്കുന്ന, അന്തരീക്ഷത്തെ വിമലീകരിക്കുന്ന, മനസ്സിന് സ്വസ്ഥത നൽകുന്ന, ചുറ്റുപാടുകൾക്ക് സ്വാസ്ഥ്യമേകുന്ന, കേൾവിക്കാരനും ചൊല്ലുന്ന ആൾക്കും ഒരേപോലെ ശാന്തത കനിഞ്ഞരുളുന്ന ഇത്തരം സ്തോത്രങ്ങൾ കേൾക്കുന്നത് വ്യക്തിയുടെ വളർച്ചയ്ക്ക് മാനസികവും ബൗദ്ധികവും വൈചാരികവും വൈകാരികവും ചിന്താപരവും ധിഷണാപരവുമായ വളർച്ചയ്ക്ക് സഹായകമാണ് എന്നാണ്. ഇനി നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് വന്നാൽ, നമ്മുടെ വീട്ടിലൊരു ഗർഭിണിയായ സ്ത്രീ ഉണ്ടെന്ന് കരുതുക. എന്തൊക്കെയാണ് അവരുടെ ദിനചര്യ? കാലത്തു മുതൽ വൈകുന്നേരം വരെ, അതിനു മുൻപും അതിന് ശേഷവും അവർ ചെയ്യാൻ പോകുന്ന എല്ലാ ജോലികളും ചെയ്യുന്നു. പരദൂഷണം കുറച്ച്, അസൂയ കുറച്ച്, അസഹിഷ്ണുത കുറച്ച്, ദുരന്തം നിറഞ്ഞ വാർത്തകൾ കേൾക്കുന്നതും കാണുന്നതും കുറച്ച്, ഇതെല്ലാം അവരുടെ ജീവിതത്തിലുണ്ട്. അവർ ഗർഭാവസ്ഥയിൽ സ്വസ്ഥതയോ ശാന്തിയോ പ്രത്യേകം അനുഭവിക്കുന്നില്ല. അവരുടെ മനസ്സിനെ ശാന്തമാക്കുന്നതൊന്നും അവർക്ക് കിട്ടുന്നില്ല. അവർ അസൂയ നിറഞ്ഞ സംഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്, പറയുന്നുണ്ട്. മറ്റുള്ളവരെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ വഴക്കുണ്ടാകുന്നുണ്ട്, വഴക്കിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ദുരന്ത വാർത്തകൾ ടി വിയിൽ കണ്ണോട് കണ്ണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പത്രം വായിച്ചറിയുന്നുണ്ട്. ഗർഭസ്ഥ ശിശുവിലേക്ക് പകരുന്നതും ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അമ്മയാണ് കുഞ്ഞിൻ്റെ എന്നല്ല, മാനവരാശിയുടെ സ്രഷ്ടാവ് എന്ന് പറയും. ഞാൻ പഠിപ്പിക്കുന്ന ഫ്യൂച്ചറോളജി അല്ലെങ്കിൽ ഫ്യൂച്ചർ സ്റ്റഡീസ് എന്ന വിഷയത്തിൽ സുപ്രധാനമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ലോകത്ത് ഒരേ ഒരു സത്യസന്ധമായ ബന്ധം, ദ ഓൺലി ഓർഗാനിക് റിലേഷൻഷിപ്പ് എന്ന് പറയും, ഒരേ ഒരു ജൈവ ബന്ധം അമ്മയും കുഞ്ഞും തമ്മിലുള്ളതാണ്. അമ്മ ഇത്തിരി കൂടുതൽ എരിവുള്ള ഭക്ഷണം കഴിച്ചാൽ കുഞ്ഞ് ചിലപ്പോൾ വയറ്റിൽ കിടന്ന് ചാടിയെന്ന് വരും. അമ്മയ്ക്ക് മാനസിക ക്ഷോഭം ഉണ്ടായാൽ കുഞ്ഞ് പിടയ്ക്കാൻ തുടങ്ങിയെന്ന് വരും, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അനക്കം നിന്നു എന്ന് വരും. അതായത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ഒരു ചെടിയും അതിൻ്റെ ഇലയും തമ്മിലുള്ള ബന്ധമാണ്, പരസ്പര പൂരകമാണ്. അതുകൊണ്ട് അമ്മയിലാണ് എല്ലാ മാറ്റവും തുടങ്ങേണ്ടത്. നമുക്ക് നമ്മുടെ വീട്ടിലെ അമ്മമാരോട്, സ്ത്രീകളോട്, പെൺകുട്ടികളോട് പറയാം, നല്ലത് വായിക്കുക, നല്ലത് കേൾക്കുക, നല്ലത് മാത്രം കാണുക. ഞാൻ വളരെ വിഷമത്തോടെ ഓർക്കുകയാണ്, ഞാൻ കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള് ഗർഭിണിയായിട്ട് ആ കുട്ടി വീട്ടിലെത്തിയിട്ടുണ്ട്. വൈകുന്നേരം എൻ്റെ സുഹൃത്ത് വിളിച്ച് പറയുന്നു, ടി വിയിൽ വളരെ ഭീകരമായ സംഭവങ്ങളുടെ സചിത്ര വിവരണങ്ങൾ, വിഷ്വൽസ്, ഇത് മുഴുവൻ ഇരുന്നും മകള് കാണുകയാണ്. എന്താ ചെയ്യേണ്ട ഡോക്ടറെ എന്നോട് ചോദിച്ചു. ഗ്രീഷ്മ ഭർത്താവിനെ കാമുകനെ കൊന്നത് എങ്ങനെയാണെന്നും ചെന്താമര 2 പേരെ കൊന്നത് എങ്ങനെയാണെന്നും ഒക്കെ, അല്ലെങ്കിൽ ഷാരോൺ എന്ന അമ്മായിയച്ഛനെ കൊന്ന സ്ത്രീക്ക് ജാമ്യം കിട്ടിയത് എങ്ങനെയാണെന്നും, ഇതൊക്കെയാണ് സവിസ്തരം നമ്മുടെ കുഞ്ഞുങ്ങളും അമ്മമാരും കാണുന്നത്. എന്തിനാ നമ്മളിത് കാണുന്നത്? ഇതൊക്കെ അറിയേണ്ടതുണ്ടോ? നമ്മൾ കൂടി വന്നാൽ ഒരു വാർത്ത എന്ന നിലയ്ക്ക് തലക്കെട്ടും മാത്രം വായിച്ച് മാറ്റിവെക്കുക, സവിസ്തരം ഇതറിയുകയോ
സചിത്രമായി ഇത് മനസ്സിലാക്കുകയോ ചെയ്യേണ്ടതില്ല. ദുഷിച്ചതൊന്നും എൻ്റെ തലച്ചോറിന് വേണ്ട എന്ന് തീരുമാനിക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ മറ്റൊരാളോട് പറയുള്ളൂ. ഞാൻ ഇത്തരം ദാരുണ വാർത്തകളൊന്നും സവിസ്തരം കാണാപ്പാഠം പഠിക്കാറില്ല. സംഭവങ്ങൾ മാത്രം അറിയുന്നു. അതോടെ കഴിയുന്നിടത്തോളം അത് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ നല്ലതെന്തെങ്കിലും വായിക്കുന്നു, നല്ല സംഗീതം കേൾക്കുന്നു, നല്ല സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു. നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയാണ് ഏറ്റവും വലുത്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വന്നാൽ, ഗർഭാവസ്ഥ കഴിഞ്ഞു കുഞ്ഞമ്മയുടെ മടിത്തട്ടിലെത്തിയാൽ അപ്പോഴും അവൾ അല്ലെങ്കിൽ അവൻ കാണുന്നത് ഇതാണ്. ഞാനൊരു ദിവസം എൻ്റെ സുഹൃത്തിൻ്റെ ഒരു വീട്ടിൽ പോയി. കുറച്ച് വർഷം മുമ്പാണ്. അദ്ദേഹത്തിൻ്റെ മക്കള് 8 വയസ്സുള്ള മകനും 6 വയസ്സുള്ള മകളും, കൊച്ചുകുട്ടികൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും TV കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒന്നും ചെയ്യാതിരിക്കുകയാണ്. റിമോട്ട് മകൻ്റെ കൊച്ചുകുട്ടിയുടെ കയ്യിലാണ്. കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് സിനിമയാണ്. പല ഇംഗ്ലീഷ് സിനിമകളും നമുക്കറിയാം അങ്ങേയറ്റത്തെ ഭീകരതയുടെ കാഴ്ചകളാണ്. പക്ഷേ ഇപ്പോൾ മലയാള സിനിമ അതിനെ തോപ്പിച്ച് അതിനേക്കാൾ വളർന്നു കഴിഞ്ഞു. ഈ ഇംഗ്ലീഷ് സിനിമയിൽ 4-5 ആളുകൾ കൂടി ഒരു മനുഷ്യൻ്റെ കൺപോളകൾ തുറന്നു പിടിക്കുന്നു. മറ്റൊരാൾ ആ കൺപോളകൾ കഠാര കൊണ്ട് ചൂഴ്ന്നെടുക്കുന്നു. ഇത് കണ്ടുടനെ ഞാൻ പറഞ്ഞു, പാടില്ല, കുട്ടികൾ ഇത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ കുട്ടിയുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് റിമോട്ട് തട്ടിപ്പറിച്ചു. അപ്പോൾ എൻ്റെ സുഹൃത്ത് ചെറിയൊരു വിഷമത്തോടെ പറഞ്ഞു, അയ്യോ അവൻ സമ്മതിക്കില്ല, അവൻ പറഞ്ഞത് കാണാൻ അനുവദിച്ചില്ലെങ്കിൽ അവൻ ഈ വീടെടുത്ത് മറിച്ചു വയ്ക്കും. അപ്പോൾ വീടെടുത്ത് മറിച്ചു വയ്ക്കുന്നത് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ആ കലാപരിപാടി എങ്ങനെ ഇരിക്കും, എങ്ങനെയാണ് ഈ വീടെടുത്ത് മറിച്ചു വയ്ക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് റിമോട്ട് വാങ്ങി. അടുത്ത നിമിഷം അവൻ എടുത്ത് ചാടി കരഞ്ഞ് അവിടെ കിടന്ന ടീപ്പോയി തൊഴിച്ചെറിഞ്ഞ് പൊട്ടിച്ച് സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒരു ക്ഷമാപണത്തോടെ, മാഡം അവനിത് കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ അവൻ ബഹളം വയ്ക്കും എന്ന് പറഞ്ഞ് കൊടുത്തു. അവൻ വീണ്ടും റിമോട്ട് വാങ്ങി. കണ്ണു ചൂഴ്ന്ന് കഴിഞ്ഞിരുന്നു. അപ്പോഴത്തേക്ക് നാക്കരിയുന്നിടത്ത് എത്തിയിരുന്നു. അവൻ അത് തുടർന്ന് കാണാൻ ആരംഭിച്ചു. അപ്പോൾ ഇതൊക്കെ കാണുന്ന കുട്ടികളുടെ ഉള്ളിൽ എന്താണ് അവർക്ക് കിട്ടുന്ന ഒരു പ്രചോദനം, ഒരു പ്രലോഭനം, ഒരു പ്രതിഫലനം? ക്രൂരത, ഹിംസ അകാരണമായി ചെയ്യാം. അതിന് യാതൊരു തെറ്റുമില്ല. കണ്ണ് ചൂഴ്ന്നെടുക്കാനും കാത് മുറിച്ചു കളയാനും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിയുമെന്ന സന്ദേശമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇത് പാടില്ല. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ നല്ലത് മാത്രം കാണട്ടെ, നല്ലത് മാത്രം കേൾക്കട്ടെ. സംസ്ഥാന വനിതാ കമ്മീഷന് കലാലയ ജ്യോതി എന്നൊരു പരിപാടിയുണ്ട്. ഈ പരിപാടിയിൽ കുട്ടികളുമായിട്ടുള്ള സംഭാഷണമാണ് നടക്കുന്നത്. കുട്ടികളുമായി സംസാരിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. അച്ഛനമ്മമാർ കുട്ടികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും കുട്ടികൾക്ക് വേണ്ടി പണം സമ്പാദിക്കും, വസ്ത്രങ്ങളും കളിക്കോപ്പുകളും വാങ്ങിക്കൊടുക്കും, അവർക്കാവശ്യമുള്ളതും ഇല്ലാത്തതുമായതൊക്കെ കൊടുക്കും. പക്ഷെ കൊടുക്കാത്തൊന്നുണ്ട്, അത് സമയമാണ്. നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ സമയമാണ്. എന്തുകൊണ്ട്? ഒരിക്കൽ ചെലവഴിക്കപ്പെട്ടാൽ തിരിച്ചു കിട്ടാനാവാത്ത ഒരേ ഒരു വസ്തുവേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. പണം നഷ്ടപ്പെട്ടു, 5000 രൂപ നഷ്ടപ്പെട്ടെങ്കിൽ വേറൊരു 5000 രൂപ ഉണ്ടാക്കാൻ വഴിയുണ്ട്. ആരോഗ്യം നഷ്ടപ്പെട്ടു, വീണ്ടെടുക്കാൻ ധാരാളം വഴികളുണ്ട്. സൽപ്പേര് നഷ്ടപ്പെട്ടു, തിരിച്ചു കിട്ടാൻ മാർഗങ്ങളുണ്ട്. സൗന്ദര്യം കുറഞ്ഞുപോയി, വീണ്ടും കിട്ടാൻ മാർഗമുണ്ട്. പക്ഷെ സമയം നഷ്ടപ്പെട്ടാൽ അതൊരിക്കലും തിരിച്ചു കിട്ടില്ല. 2025 ജനുവരി മാസം 30-ാം തീയതി 4 മണി എന്ന സമയം ആര് വിചാരിച്ചാലും ഇനിയിപ്പോൾ തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് സമയമാണ് ഏറ്റവും വലിയ സമ്മാനമെന്ന ബോധ്യത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമയം കൊടുക്കുക. എങ്ങനെ? അവരുമായി സംസാരിക്കുക. കുഞ്ഞുങ്ങൾ മാത്രമല്ല, കുടുംബാംഗങ്ങൾ തമ്മിൽ ഹൃദയം തുറന്ന സംഭാഷണമുണ്ടാകണം. കുടുംബാംഗങ്ങൾ തമ്മിൽ മനസ്സ് പങ്കുവയ്ക്കുന്ന എല്ലാ പ്രശ്നങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും
തുറന്നു പറയാവുന്ന തരത്തിലുള്ള സംഭാഷണം ഉണ്ടാവണം. നമ്മുടെ അധ്യക്ഷ കുടുംബശ്രീയെക്കുറിച്ച് സംസാരിച്ചു. കുടുംബശ്രീ പ്രസ്ഥാനം സ്ത്രീകളെ സാമ്പത്തികമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും ശാക്തീകരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ അതിലുപരി ഞാൻ എല്ലാ കുടുംബശ്രീകളുടെ വാർഷിക സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പറയാറുണ്ട്, ഇതിലുപരി സൗഹൃദപരമായും മാനസികമായും കൂടി നിങ്ങൾ ശാക്തീകരിക്കപ്പെടണം. ഒരയൽക്കൂട്ടത്തിലുള്ള 10 പേരുണ്ടെങ്കിൽ ഈ 10 പേർക്ക് തമ്മിൽ മനസ്സ് പങ്കുവെക്കാനുള്ള ആത്മാർത്ഥത വേണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനും അത് പരിഹരിക്കാനുമുള്ള സന്നദ്ധത അവിടെയുള്ള മറ്റുള്ളവർക്ക് വേണം. അല്ലാതെ ഒരുമിച്ചൊരു ലോൺ എടുക്കുകയോ പരസ്പരം ജാമ്യം നിന്നതോ അത് മാത്രമല്ല ഇതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് കേവലം സാമ്പത്തിക സാമൂഹ്യ ശാക്തീകരണം സംഭവിക്കും. സാമ്പത്തിക സാമൂഹ്യ ശാക്തീകരണം കൊണ്ട് വ്യക്തിജീവിതത്തിൽ സമാധാനമുണ്ടാകാൻ പോകുന്നില്ല. സാമ്പത്തിക സാമൂഹ്യ ശക്തിയാണ് സന്തോഷത്തിന് കാരണമെങ്കിൽ സമ്പന്നന്മാരും പ്രതാപവാന്മാരും ഉയർന്ന പദവികളിൽ ഇരിക്കുന്നവരുമൊക്കെ വലിയ സന്തോഷം അനുഭവിക്കുന്നുണ്ടാകണം. അതാണോ വാസ്തവം? അല്ല, അല്ലേയല്ല. അതുകൊണ്ട് സന്തോഷമുണ്ടാകണമെങ്കിൽ സ്ത്രീകൾക്ക് തമ്മിൽ സ്നേഹമധുരമായ ബന്ധങ്ങൾ ഉണ്ടാകണം. പഴയ കാലത്ത് കൂട്ടുകുടുംബങ്ങളായിരുന്നു നമ്മുടെ നാട്ടിൽ. കൂട്ടുകുടുംബങ്ങളിലെ കാരണവന്മാർക്ക് കുഞ്ഞുങ്ങളെ മുതൽ എല്ലാവരെയും ശ്രദ്ധിക്കാനുള്ള സമയവും പ്രായാനുസൃതമായ വിവേകവും അനുഭവ പരിചയവും ഉണ്ടായിരുന്നു. ഇന്നതല്ല അവസ്ഥ. അണുകുടുംബങ്ങളും അണുവിനേക്കാൾ ചെറിയ കുടുംബങ്ങളും ഒറ്റയാൾ കുടുംബങ്ങളുമായിട്ട് നമ്മുടെ സമൂഹം വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പുതിയ തലമുറയിലെ കുട്ടികൾ കല്യാണം കഴിക്കാൻ പോലും തയ്യാറല്ല ധാരാളം ആളുകൾ. ഇനി കല്യാണം കഴിച്ചാലോ കുട്ടികൾ ഉണ്ടാവണ്ടെന്നാണ് അവരുടെ തീരുമാനം. എൻ്റെ കാര്യം എനിക്ക്, നിൻ്റെ കാര്യം നിനക്ക്. ഇത്തരത്തിൽ കാര്യങ്ങളും മാറിപ്പോകുന്നു. മനുഷ്യരൊറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശരിയാണ്, രാഷ്ട്രീയമായ കൂട്ടം കൂടലുകളുണ്ട്. പക്ഷേ രാഷ്ട്രീയമായ കൂട്ടം കൂടലുകൾ ഒരേ ആശയങ്ങൾ ഉള്ളവർക്കിടയിൽ മാത്രമാണ്. മറുവശത്ത് നിൽക്കുന്നവരോട് അവർക്ക് സ്നേഹബന്ധങ്ങൾ മിക്കപ്പോഴും ഉണ്ടാവുന്നില്ല. അവരെ എതിർക്കാനും അവരെ വെറുക്കാനുമാണ് പഠിക്കുന്നത്. മതപരമായ കൂട്ടായ്മകളുടെ അവസ്ഥയും അതുതന്നെയാണ്. അപ്പോൾ ഇത്തരം വിഭാഗീയമായ ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് അടിസ്ഥാന തലത്തിൽ നമ്മളെല്ലാവരും മനുഷ്യരാണെന്നും വിശന്നാൽ ഭക്ഷണവും ദാഹിച്ചാൽ ജലവും ഉറക്കം വരുമ്പോൾ തലചായ്ക്കാൻ ഇടവുമാണ് നമുക്ക് വേണ്ടതെന്നുമുള്ള യാഥാർത്ഥ്യബോധത്തോടെ മനുഷ്യരുമായി ഇടപഴകാൻ സാധിക്കണം. ധാരാളം പ്രഭാഷകരുണ്ട്. ഇനി ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ചാൽ നിങ്ങൾ ഭരണസമിതിയോട് പറയാൻ പോകുന്നത് ആ പ്രമീളദേവി വിളിക്കരുത് കേട്ടോ എന്നായിരിക്കും. അതുകൊണ്ട് അങ്ങനെ കേൾക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്കൊരു ചെറിയ നിർദ്ദേശം പറയാനുള്ളത്, ഈ വനിതാ സമ്മേളനം ശ്രീ ഋഷീന്ദ്രനോടും ശ്രീ നിജിത്തിനോടുമൊക്കെ പറയാനുള്ളത്, ഈ വനിതാ സമ്മേളനം മാത്രമായി അവസാനിപ്പിക്കരുത്. ഇവിടെ ഒരു വനിതാ വേദി ഉണ്ടോ? ഉണ്ട്. ആ വനിതാ വേദി ഇടയ്ക്ക് കൂടാറുണ്ടോ? കൂടാറുണ്ട്. ആ വനിതാ വേദി കൃത്യമായി കൂടുക തന്നെ വേണം. ക്ഷേത്ര കേന്ദ്രീകൃതമായ ഈ വനിതാ വേദി ഇടയ്ക്കിടയ്ക്ക് കൂടുകയും സ്ത്രീകൾ തമ്മിലുള്ള സൗഹാർദ്ദ ബന്ധങ്ങൾ വികസിപ്പിക്കുകയും വേണം. അവക്കിത്തിരി കൂടുതൽ പൈസ കിട്ടി, എനിക്കതുകൊണ്ട് അവളെ കണ്ടുകൂടാ. അവളുടെ മോന് വലിയ ജോലിയായി, അതുകൊണ്ട് എനിക്ക് അവളെ ഇഷ്ടമല്ല. ഞാനിപ്പോൾ അവരെക്കാളൊക്കെ പണക്കാരിയായി, എനിക്ക് നിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ആവരുത് നമ്മുടെ ചിന്തകൾ. നമുക്ക് മനുഷ്യർക്ക് മറ്റൊരു മനുഷ്യനെ കൂടിയേ കഴിയൂ. മറ്റു മനുഷ്യരില്ലാതെ നമുക്ക് ഒറ്റപ്പെട്ട തുരുത്തുകളായി ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വനിതാ വേദിയുടെ സമ്മേളനങ്ങളിൽ എല്ലാ തിരക്കും മാറ്റിവെച്ച് നിങ്ങൾ പങ്കെടുക്കണം. ഒരുമിച്ചിരുന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലണം. ലളിതാ സഹസ്രനാമത്തിലെ 1000 പേരുകൾ 1000 മന്ത്രങ്ങളാണ്. എന്താണ് മന്ത്രം? മന്ത്രം എന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിനെ ത്രാണനം ചെയ്യുന്നത്. മനസ്സിനെ ത്രാണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ സംരക്ഷിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം എൻ്റെ പരിചയത്തിൽപ്പെട്ട ഒരു മുത്തശ്ശി മരണപ്പെട്ടു. 98 വയസ്സുണ്ടായിരുന്നു ആ മുത്തശ്ശിക്ക്.
അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ പോയി കിടന്ന അടിയൊക്കെ കെട്ടിയിട്ടുള്ള ഒരു മുത്തശ്ശിയാണ്, ഇഷ്ടം പോലെ അടിയൊക്കെ കെട്ടിയ മുത്തശ്ശിയാണ്. ആ മുത്തശ്ശി കഴിഞ്ഞ ദിവസം 98-ാമത്തെ വയസ്സിൽ മരിച്ചു. ഞാനത് പറയാൻ കാരണം എങ്ങനെ മരിച്ചു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. മുത്തശ്ശി പതിവ് പോലെ വൈകുന്നേരം മേല് കഴുകി ഭസ്മം തൊട്ടു, നാമം ജപിച്ചു, കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കഞ്ഞി കുടിച്ചു, നാമം ജപിച്ചുകൊണ്ട് കിടന്നു. ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടാണ് എന്നും ഉറങ്ങുന്നത്. ദിവസം പലതവണ മുത്തശ്ശി ഇത് ചൊല്ലും വർഷങ്ങളായിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം പറഞ്ഞു, ചൊല്ലാൻ നേരത്ത് പറഞ്ഞു, ഞാൻ ഇന്ന് പോവുക കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ മക്കൾ വിചാരിച്ചത് എന്തോ തമാശ പറഞ്ഞതാന്ന്. ആ ശരി ശരി ആയിക്കോട്ടെ, ഞങ്ങളും കൂടെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ ചിരിച്ചു. ലളിതാ സഹസ്രനാമം ചൊല്ലി അവസാനത്തെ മന്ത്രം ചൊല്ലി നിർത്തുകയും മുത്തശ്ശി കടന്നുപോയി. അപ്പം ഇവരിത് ശ്രദ്ധിക്കുന്നില്ല, ജപിച്ചു തീർന്നു. അപ്പോൾ ഉറങ്ങിക്കാണും, അമ്മ ഉറങ്ങിക്കാണും എന്നും മകൻ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സംശയം വെറുതെ തോന്നി. ചെന്ന് നോക്കി, മകൻ്റെ മകൻ ഡോക്ടറാണ്, വന്ന് നോക്കുമ്പോൾ ആൾ പോയി കഴിഞ്ഞു. ഒരു 15-20 മിനിറ്റ്. ഇതെല്ലാവർക്കും സാധിക്കണം എന്നൊന്നുമില്ല. പക്ഷേ ഈ മന്ത്രങ്ങൾ നിരന്തരമായി ചൊല്ലുക, ഇത് നമ്മളെ ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള ദുരിതങ്ങളിൽ നിന്നും വേദനാകരമോ അപകടകരമോ ആയ മരണങ്ങളിൽ നിന്നും രക്ഷിക്കും. അനായാസേന മരണം വിനാ ദുഃഖേന ജീവിതം. ദുഃഖങ്ങളില്ലാതെയുള്ള ജീവിതം, അഥവാ ദുഃഖങ്ങൾ ഉണ്ടായാൽ അതിനെ മറികടക്കാനുള്ള ആത്മശക്തി, അതാണല്ലോ ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി സ്വരൂപിണി. ജ്ഞാനം ആദ്യം ഉണ്ടാവണം, അറിവുണ്ടാകണം. അറിവുണ്ടായാൽ പോരാ, അറിഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടാവണം, അത് പ്രവർത്തിക്കാനുള്ള ക്രിയാശക്തി ഉണ്ടാവണം. ദേവി മഹാത്മ്യത്തിൽ പറയുന്നത്, യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ശക്തിയും ബുദ്ധിയുമുള്ള മാതൃസ്വരൂപിണികളായി വനിതാവേദിയുടെ നേതൃത്വത്തിൽ മാസത്തിലൊന്നെങ്കിലും ഒരുമിച്ച് കൂടി ഹൃദയപൂർവമായ സൗഹാർദ്ദ ബന്ധങ്ങൾ ഉണ്ടാക്കി കുടുംബത്തിലും സമൂഹത്തിലും കൊളുത്തിവെച്ച 7 തിരിയിട്ട നിലവിളക്കുകൾ പോലെ പ്രകാശിക്കുന്നവരായി ശക്തിയും ബുദ്ധിയും ചേർന്ന ഈശ്വരാനുഗ്രഹം കൊണ്ട് സമാധാനപരമായ ജീവിതം നേടിയെടുക്കുന്നവരായി ഈ മൂക്കുംപുഴ ഭഗവതി ക്ഷേത്രത്തിലെ വനിതാവേദിയുമായി ബന്ധപ്പെട്ട് നിൽക്കാനുള്ള സദ്ബുദ്ധി ഉൾപ്പെടെ എല്ലാ സഹോദരിമാർക്കും ഉണ്ടാകട്ടെ. ഭഗവതി ക്ഷേത്രങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും അതിപുരാതനമായ ആരാധനാ സങ്കല്പമാണ്. മദർ ഗോഡസ്. ഏറ്റവും പൗരാണിക സംസ്കാരങ്ങളിൽ മാത്രമാണ് മാതൃദേവതാരാധന, അമ്മ ദൈവങ്ങളെ ആരാധിക്കുക. കാരണം അമ്മ ദൈവങ്ങൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ തന്നെ ശക്തിയാണ്, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ കേന്ദ്രമാണ്. അങ്ങനെയുള്ള ഈ ഭഗവതി ക്ഷേത്രത്തിൽ ആദിപരാശക്തി കാളീ രൂപത്തിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ വലിയ ചൈതന്യമുണ്ട്. ഞാൻ ഈ ക്ഷേത്രം കണ്ടപ്പോൾ അത്ഭുതത്തോടെ ചോദിച്ചു, ആ ഗംഭീര ക്ഷേത്രമാണല്ലോ, മനോഹരമായ ക്ഷേത്രമാണല്ലോ, വളരെ സമ്പന്നരായ പലരും താമസിക്കുന്നിടത്ത് പോലും ഇത്രയും ഗംഭീര ക്ഷേത്രങ്ങളില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും കൊണ്ടു നടക്കുന്നുണ്ടാവില്ല. അനാസ്ഥയുടെ, അശ്രദ്ധയുടെ, അവഗണനയുടെ സൂചകങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. ഇവിടെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ മുതൽ സമ്പന്നരായ ആളുകൾ വരെ മൂക്കുംപുഴ ശ്രീ ഭദ്രകാളിയയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇത്ര മനോഹരമായ ഒരു ക്ഷേത്രം പണിതുയർത്തിയതും അവിടെ ഇത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ ഒരു ചപ്പും ചവറും വലിച്ചെറിയാതെ ചിട്ടവട്ടങ്ങളോടെ നടക്കുന്നതും.
ഇത്രയും സമയം തോറ്റംപാട്ട് തുടരുകയായിരുന്നു. എന്നാൽ പന്തലിലൊരു പ്രമീളാദേവി പ്രസംഗിക്കുന്നുണ്ട്, അതവിടെ കിടക്കട്ടെ, തോറ്റംപാട്ട് മാറ്റി വെക്കട്ടെ എന്ന് അവർക്ക് തോന്നിയില്ല. അത് ചെയ്യില്ല. അതാണ് നിഷ്ഠ. എള്ളോളം വ്യത്യാസമില്ലാതെ നിഷ്ഠകൾ പാലിക്കുക. ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാകും. ഹൈന്ദവ മതം ഒരു താന്ത്രിക മതം കൂടിയാണ്, റിച്വലിസ്റ്റിക്കാണ്, തന്ത്രത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ മതം, മുദ്രകളിൽ അധിഷ്ഠിതമാണ്. അങ്ങനെ മുദ്രാലങ്കൃതമായ, തന്ത്രത്തിൽ അധിഷ്ഠിതമായ, വൈദികമായ, സാധാരണക്കാരെ സകലരെയും ഉൾക്കൊള്ളുന്ന ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് വിശ്വസിച്ചു പോന്ന, വസുധൈക കുടുംബകം എന്ന് പ്രാർത്ഥിച്ചു പോന്ന, ഏകം സദ്വിപ്ര ബഹുധാ വദന്തി എന്ന് പ്രസ്താവിച്ച, എല്ലാം ഒന്ന് തന്നെ പല പേരുകളിൽ വിളിക്കപ്പെടുന്നു എന്ന് വിശ്വസിച്ച സനാതന വിശ്വാസത്തിൻ്റെ ആത്മബലം ഉൾക്കൊള്ളുന്നവരായി മൂക്കുംപുഴ പ്രദേശത്തെ സഹോദരീ സഹോദരന്മാർക്ക്, അമ്മമാർക്ക്, അച്ഛന്മാർക്ക്, കുഞ്ഞുങ്ങൾക്ക്, ഗുരുക്കന്മാർക്ക്, സകല ജനങ്ങൾക്കും നന്മയിൽ നിന്ന് നന്മയിലേക്ക്, അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക്, ലഹരി വസ്തുക്കളും മദ്യവും ദാരികനായി വരുമ്പോൾ അവരെയൊക്കെ നിഗ്രഹിക്കാൻ കഴിവുള്ള പരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ദുഷ്ചിന്തകൾ നമ്മുടെ അടുത്ത് നിന്നും മാറിപ്പോകട്ടെ. ശക്തിയും ബലവും സന്തോഷവും നമ്മുടെ ഉള്ളിൽ നിറയുമാറാകട്ടെ. ഓരോ വർഷവും ഈ വനിതാ സമ്മേളനം പൂർവാധികം ഗംഭീരമായി പ്രോജ്വലമായി നടന്നു വരാൻ ഇടയാകട്ടെ. സാക്ഷാൽ ആദിപരാശക്തി, പ്രപഞ്ചജനനി, ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത, ശ്രീമാതാ ശ്രീമഹാരാജ്ഞി എന്ന ഭഗവതി സദാസമയവും ഇവിടുത്തെ മൺതരികളിലും തിരുനാളങ്ങളിലും ആലിലകളിലും ഒക്കെ കുടികൊള്ളുന്ന അമ്മ നമ്മളേവരുടെയും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവതിയുടെ തിരുമുൻപിൽ സാഷ്ടാംഗ പ്രണാമം നടത്തിക്കൊണ്ട്, എൻ്റെ മുമ്പിലിരിക്കുന്ന സജ്ജനങ്ങളെ നമിച്ചുകൊണ്ട് ഞാൻ ഈ മഹനീയമായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു. ഒപ്പം എനിക്കൊരു 3.5-4 മണിക്കൂർ യാത്ര ചെയ്താണ് എത്തേണ്ടത് എന്നതുകൊണ്ട് എൻ്റെ സഹപ്രാസംഗികരെ കേൾക്കാൻ എനിക്ക് കഴിയുന്നില്ല. നേരത്തെ പോകേണ്ടതുണ്ട്. ഞാൻ പ്രസംഗം ചുരുക്കി നിർത്തിയത് കൊണ്ട് അടുത്ത വർഷം നിങ്ങൾ വീണ്ടും എന്നെ വിളിക്കും എന്നുള്ള പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.